രാവിലെ 2 വഴുതനങ്ങയൊക്കെ പിടിച്ചിട്ടേ ഒന്ന് മെഴുക്കുവരട്ടി വെക്കാൻ പോവാ. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന, എന്നാലും ഞാനൊരു വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാര്യം എന്ന് വെച്ചാല് ഓരോ രീതിയിൽ ഉണ്ടാക്കി നോക്കുമ്പോഴും ഓരോ ടേസ്റ്റുകളാ. അപ്പം ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. വായോ. ആദ്യം തന്നെ വഴുതനങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണേ. വെള്ളത്തിലോട്ട് അരിഞ്ഞിടണം, അതിന്റെ കറ പോണം. ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് അരിയാവേ. ഇപ്പൊ ചെറുതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഈ മൂപ്പ് കുറഞ്ഞത്. ഒരു ഇച്ചിരി മൂപ്പായിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുക്കാവേ. വഴുതനങ്ങയൊക്കെ ദാ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കിടന്നിട്ട് നല്ല പോലെ ഇതിനെ ഒന്ന് 2-3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുക്കണേ. ഇനി 2 പ്രാവശ്യം ഇവിടെ കഴുകി പിഴിഞ്ഞെടുക്കൊണ്ട് വരാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ. വഴുതനങ്ങയൊക്കെ നമ്മൾ നല്ലപോലെ ഞെരടി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ. ഇനി നമുക്കൊരു പാന് അടുപ്പ് വയ്ക്കും. പാൻ ചൂടായപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോ ഇല്ലേ, ഇതാ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് അതിങ്ങനെ നീളത്തിൽ കനം കുറച്ചൊന്ന് അരിഞ്ഞിട്ടാൽ മതി. ചെറിയുള്ളി ഇട്ട് കൊടുത്തു. അതിന്റെ ഒപ്പം തന്നെ ഇല്ലേ, നോക്കിയേ, 2 അല്ലി വെളുത്തുള്ളി ഇല്ലേ, കനം കുറച്ചരിഞ്ഞതാണ്. ഇത് അതിന്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതാ കണ്ടോ, 2 അല്ലി വെളുത്തുള്ളി കനം കുറച്ച്. അത് ഇച്ചിരി അല്ലേ, 2 വഴുതനങ്ങയല്ലേ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ഇടണം കേട്ടോ. അതും കൂടെ ഇതിനകത്തൊന്ന് കിടന്നോട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇന്ന് നമ്മൾ ഇടുന്നില്ല, എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് ചതച്ചതാണ്. ഇല്ല എങ്കിൽ പച്ചമുളക് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പം വറ്റൽമുളക് ഇടുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പച്ചമുളക് ചേർത്തോ. നമ്മുടെ വഴുതനങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. ഇല്ലേ, വേണമെങ്കിൽ 2 കരിയാപ്പല ഇതാ മൂടി വെച്ച് ചെറു തീയിലങ്ങ് വെന്തോട്ടെ. നമ്മുടെ മെഴുക്കുവരട്ടി ഒന്ന് നോക്കാം. ഇതാ നോക്കിയേ, അടിപൊളിയായിട്ട്. ചിലരൊക്കെ മെഴുക്കുവരട്ടി വെക്കുമ്പോഴത്തേനും ഇല്ലേ, വഴുതനങ്ങ മെഴുക്കുവരട്ടി വെക്കുമ്പം കട്ട കൂടി ഇങ്ങനെ പോകുമെന്ന് പറയും. ഇതാ നോക്കിയേ, ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചാൽ നല്ല ഒരു അടിപൊളി മെഴുക്കുവരട്ടിയാ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടേ, വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ചോറുണ്ണാൻ ഇത് മാത്രം മതി. ഭയങ്കര ടേസ്റ്റ്. എനിക്ക് മെഴുക്കുവരട്ടികളിൽ ഇഷ്ടമുള്ള ഒരെണ്ണം ഇതാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ്, എന്നാലും ഇതൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്താ പറയാ, നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ പറമ്പിൽ കൂടെ ഒക്കെ നടന്നാൽ നമുക്ക് ഇഷ്ടംപോലെ വഴുതനങ്ങ കിട്ടും. ഒന്നൊന്നേ തൊടാതെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കണം. തോരനുണ്ടാക്കും, വഴുതനങ്ങ നമ്മൾ മോരുകറി വെക്കും, പിന്നെ അല്ലാതെ ഉണക്കമീനിട്ട് ചാറ് വെക്കും. അങ്ങനെ ഒരുപാട് രീതിയിൽ വെക്കാം. വഴുതനങ്ങ അത്രയും നല്ലതല്ലേ.
അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.